KM മൗലവി അംഗീകരിച്ച് MCC മൗലവി രേഖപ്പെടുത്തിയ സമസ്തക്കാരുമായുള്ള സംവാദ വ്യവസ്ഥയിൽ പോലും ഈ മൻഹജ് വ്യക്തമായി അവർ പഠിപ്പിച്ചു. ഖുർആൻ ഹദീസ് മനസ്സിലാക്കാൻ എങ്ങനെയാണ് പറഞ്ഞു? സഹാബത്ത് താബിഈങ്ങൾക്ക് ഖുർആനിന്റെയും ഹദീസിന്റെയും അർത്ഥം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ നിന്നും ഹദീസിനും സഹാബത്തും താബിഈകളും കൊടുത്തിട്ടുള്ള അർത്ഥങ്ങൾക്കും അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള സിദ്ധാന്തങ്ങൾക്കും എതിരായി അർത്ഥം കൊടുക്കുവാനോ വ്യാഖ്യാനം നൽകുവാനോ അവരാരും പറയാത്ത അർത്ഥം സ്വയം കൊടുത്ത് ഖുർആനിന്റെയും ഹദീസിന്റെയും ഉദ്ദേശത്തെ അലങ്കോലപ്പെടുത്തുവാനോ ആർക്കും അവകാശമില്ല തന്നെ. കൃത്യമാണ്. സഹാബികൾ എങ്ങനെ പറഞ്ഞു നോക്കുക, താബിഈങ്ങൾ എങ്ങനെ പറഞ്ഞു നോക്കുക, അതുപ്രകാരം അർത്ഥം വെക്കുക. അതല്ലാതെ സ്വന്തമായി അർത്ഥം വെക്കാൻ പാടില്ല എന്ന് അന്ന് സമസ്ത കൊടുത്ത സംവാദ വ്യവസ്ഥയിലാണ് ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നിച്ചെഴുതി കൊടുത്തത്. 2001 മുജാഹിദ് പ്രസ്ഥാനത്തെ വിവാദങ്ങൾ തുടർന്ന് ജംഇയ്യത്തുൽ ഉലമ രണ്ടു കൂട്ടരെയും വിളിപ്പിച്ചു, പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ആ പ്രബന്ധങ്ങൾ 5 അംഗ സമിതി അത് പരിശോധിച്ചു. അങ്ങനെ അവസാനം 18 തീരുമാനങ്ങൾ അവരെടുത്തു. ആ തീരുമാനം അവർ അന്ന് എല്ലാ ശാഖയിലേക്കും അവർ പ്രത്യേകമായി പുസ്തകമാക്കി അച്ചടിച്ച് വിതരണം ചെയ്തിട്ട് എല്ലാ ശാഖയും മൊത്തം മുജാഹിദുകളെ വിളിച്ചുകൂട്ടി ഇത് വായിച്ചു കൊടുക്കണമെന്ന് ജംഇയ്യത്തുൽ ഉലമ നിർദ്ദേശിച്ചു. 2001 ആ 18 തീരുമാനങ്ങളിൽപ്പെട്ട തീരുമാനമാണ് ഖുർആൻ ഹദീസ് മനസ്സിലാക്കാൻ വ്യാഖ്യാനിക്കാൻ മൻഹജ് വേണം. അന്ന് എല്ലാവരും ഒപ്പിട്ടു. CP മുസ്ലിമീൻ മുതൽ ഹുസൈൻ മടവൂർ അടക്കമുള്ളവരൊക്കെ ഒപ്പിട്ടിട്ടാണ് ആ 18 തീരുമാനം എല്ലാ ശാഖയിലേക്കും കൊടുത്തയച്ചത്. എന്നിട്ടാണ് പുറത്തിറങ്ങിയിട്ട് നീല പുസ്തകം ചുവപ്പ് പുസ്തകം എഴുതിയിട്ട് അതിലൂടെ ഈ മൻഹജിനെ പരിഹസിച്ചുകൊണ്ട് ഈ ആളുകൾ അവർ രംഗത്ത് വന്നത്. അതുകൊണ്ട് ഇതിലൊക്കെ അടിസ്ഥാന പ്രശ്നം ഈ മൻഹജ് നിരാസം തന്നെയാണ് എന്ന് മാത്രമല്ല ഇപ്പം അവസാനം ശബാബിൽ വരുന്ന ലേഖനങ്ങളൊക്കെ മൻഹജിനെ അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടാണ്. 1-2 ലേഖനം കാണാം. ശബാബിൽ എഴുതുന്നു, മദ്ഹബിനെയും തഖ്ലീദിനെയും എതിർക്കുന്നുവെങ്കിലും ഒരു സലഫി മൻഹജ് വാദം പ്രത്യക്ഷപ്പെട്ടു. തഖ്ലീദ് വേണ്ട, മദ്ഹബ് വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഇപ്പം എന്തായി? സലഫി മൻഹജ് വാദം പ്രത്യക്ഷപ്പെട്ടു എന്ന ആക്ഷേപസ്വരത്തിൽ ശബാബിൽ ലേഖനം വന്നു. അതുമാത്രമല്ല വീണ്ടും കാണാം, സലഫി മൻഹജ് ഇവിടെ വന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. അഭിമുഖമാണ് ആരോട്? CP മുസ്ലിമയുമായി അഭിമുഖം. CP മുസ്ലിമയുമായി ശബാബിൽ നടത്തിയ ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിന്റെ ഹെഡിങ് എന്താ? സലഫി മൻഹജ് ഇവിടെ വന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. കാരണം എന്താ? അതുണ്ടായാൽ പിന്നെ ഹദീസ് തള്ളാൻ പറ്റൂല, അതുണ്ടായ ആയത്തിന് തോന്നിയപ്പോൾ അർത്ഥം വെക്കാൻ പറ്റൂല. അതാണ് വസ്തുത. ഇത് അദ്ദേഹം പറയാണ് ഇതിലൊക്കെ പ്രശ്നത്തിന് കാരണം എന്താണ്? ഈ സലഫി മൻഹജ് എന്ന ഒരു വാദം വന്നതാണ്. എന്നാൽ ഇതിനിടയിലാണ് സംഘടനക്കകത്ത് സലഫി മൻഹജ് എന്ന പേരിൽ ചില ആശയങ്ങൾ കടന്നു വന്നത്. ഇതിന്റെ സ്വാധീനം ഒരു വിഭാഗത്തിന് നേർക്ക് ആദർശ വ്യതിയാന ആരോപണ രൂപത്തിലാണ് പുറം ചാടിയത്. കേട്ടോ, ഓർക്ക് ആദർശ വ്യതിയാനം അത് പിടിച്ചു എങ്ങനെ? മൻഹജ് വെച്ചിട്ട്. അപ്പൊ പറയാം മൻഹജാണ് ആകെ പ്രശ്നം. മൻഹജ് അല്ല പ്രശ്നം, ആ മൻഹജ് വിട്ടതാണ് പ്രശ്നം. മൻഹജ് എന്ന് വിട്ടിട്ട് സ്വന്തമായി അർത്ഥം വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കാണപ്പെട്ട ഹദീസുകൾ മുഴുവനും അസ്വീകാര്യമായി മാറിയത്.